നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യത്ത് കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും അനധികൃതമായി രാജ്യത്തിനകത്ത് താമസിക്കുന്ന വിദേശികളെ പിടിച്ച് പുറത്താക്കാനുള്ള വലിയ ശ്രമം നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബംഗാളിൽ വലിയ രാഷ്ട്രീയ വിജയം BJP നേടിയത്. BJP നേതൃത്വത്തിലുള്ള സർക്കാരാണ് ബംഗാളിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. 11 വർഷം നീണ്ട മമതയുടെ ഭരണം അവസാനിപ്പിച്ച് ബംഗാളിൽ സുവേന്ദു അധികാരി BJPയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടുപിന്നാലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുകയാണ് ബംഗാളിലെ BJP സർക്കാർ. അതിർത്തികൾ വേലികെട്ടി സംരക്ഷിക്കുന്നതിന് സൈന്യത്തിന് ഭൂമി കൈമാറാൻ ദ്രുത വേഗതയിലാണ് സർക്കാർ തീരുമാനമെടുത്തത്. തൊട്ടുപിന്നാലെ വന്ന തീരുമാനമെന്നത് അനധികൃതമായി രാജ്യത്തിനകത്ത് കുടിയേറിപ്പാർക്കുന്ന ബംഗ്ലാദേശികളെ പുറത്താക്കുക എന്നുള്ളതാണ്. മമതാ ബാനർജിയും അതിന് തൊട്ടു മുമ്പ് ബംഗാൾ ഭരിച്ച CPM-ഉം ഈ അനധികൃത കുടിയേറ്റക്കാരോട് മൃദു സമീപനം സ്വീകരിച്ചു. അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലുമെല്ലാം വലിയ രീതിയിലുള്ള ജനസംഖ്യാ ഘടനാ മാറ്റം ഉണ്ടായത്. ഇത് രാജ്യത്തിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളും തദ്ദേശീയരായ ജനങ്ങൾക്ക് വിഭവങ്ങൾ ലഭിക്കാതെ വരുന്ന അവസ്ഥയും എല്ലാം ഉണ്ടായി. സംസ്ഥാന സർക്കാരുകൾ ഈ അപകടം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ത്രിപുരയും അസമും അതുപോലെ തന്നെ മറ്റു പല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമെല്ലാം ഇത്തരത്തിൽ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി. മാത്രമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പുറത്താകലോടുകൂടി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നയതന്ത്ര ബന്ധത്തിലുണ്ടാകുന്ന ആ വിള്ളലുകൾക്ക് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്ത് താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും അവരെ നാടുകടത്തുകയും വേണം എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ നിർദ്ദേശം. ഇതനുസരിച്ച് നിരവധി സംസ്ഥാന സർക്കാരുകൾ ബംഗ്ലാദേശികളെ പിടികൂടാനുള്ള വലിയ പദ്ധതി ഒരുക്കി. കേരളത്തിൽ നിന്നടക്കം നിരവധി ബംഗ്ലാദേശികൾ പിടിയിലാവുകയും ഇവരെയെല്ലാം നാടുകടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 3 ബംഗ്ലാദേശികളെ ദുരൂഹമായ സാഹചര്യത്തിൽ കേരളത്തിലെ കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വരുന്നത്. അതായത് 3 ബംഗ്ലാദേശികൾ അനധികൃതമായി രാജ്യത്ത് താമസിച്ചു വരികയായിരുന്നു. ഇവർ യാത്രാരേഖകളോ അനുമതിയോ ഒന്നും തന്നെ ഇല്ലാതെ ഇന്ത്യയിലേക്ക് വന്നവരാണ്. അവിടെ നിന്നും നേരെ അവർ കേരളത്തിലേക്ക് എത്തുകയും കേരളത്തിൽ അവർ വിവിധ ജോലികൾ ചെയ്ത് ജീവിക്കുകയും ഒക്കെയായിരുന്നു. എന്നാൽ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് നൽകിയ തെരച്ചിലിൽ ഈ 3 പേരും അനധികൃത ബംഗ്ലാദേശികളാണ് എന്ന് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ 3 പേരെയും ഇൻ്റലിജൻസ് ബ്യൂറോ ചോദ്യം ചെയ്തു വരികയാണ്. തൊട്ടുപിന്നാലെ സംസ്ഥാന ഇൻ്റലിജൻസും ഈ 3 പേരെയും ചോദ്യം ചെയ്തു. 3 ബംഗ്ലാദേശികളും അനധികൃതമായി ഇന്ത്യയിലെത്തിയതിൽ വൻ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇവർ വെറുതെ ഇവിടെ വന്ന് പണിയെടുക്കാനോ വിശപ്പകറ്റാനോ വന്നതല്ല. ആ വരവിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഇൻ്റലിജൻസും 3 പേരെ അജ്ഞാത കേന്ദ്രത്തിലിട്ട് ഇടിച്ചു പിഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ പോലീസിൻ്റെ പിടിയിലാകുന്നത്. ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് സൂചന. 2025 കേന്ദ്ര നിയമങ്ങൾ പ്രകാരമുള്ള 2 വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവരിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചോദ്യം ചെയ്യലിൽ ഏജൻസികൾക്ക് അല്ലെങ്കിൽ പോലീസിന് ലഭിച്ചത് എന്നാണ് സൂചന. ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർഗങ്ങൾ പശ്ചിമ ബംഗാൾ വഴിയാണുള്ളത്. കാരണം പശ്ചിമ ബംഗാളിലെ സർക്കാരുകൾ ഈ അടുത്ത കാലം വരെയും അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രദേശം വേലികെട്ടി തിരിച്ചിട്ടുള്ളവയല്ല ബഹുഭൂരിപക്ഷം മേഖലയും. പലയിടങ്ങളിലും ആറുകളുണ്ട്, പുഴയുണ്ട്, പാലങ്ങളുണ്ട്, കൊടും കാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കൃത്യമായി വേലികെട്ടി തിരിക്കുക പ്രയാസമാണ്. അത്തരം മേഖലകളിൽ ശക്തമായ പെട്രോളിംഗ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ നുഴഞ്ഞുകയറ്റക്കാർ പെട്രോളിങ്ങിനെയും കബളിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ 3 ബംഗ്ലാദേശികൾ ബംഗാളിൽ എത്തിച്ചേർന്നത്. അവിടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്തെ ഒരു പുഴ അതിസാഹസികമായി കടന്നുകൊണ്ടാണ് ഈ 3 ആളുകളും ഇപ്പോൾ ബംഗ്ലാദേശികളും ബംഗാളിലെത്തിയത്. അവിടെ നിന്നും ഇവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ആളുകളുണ്ട്.
ഇത്തരത്തിൽ അനധികൃതമായ കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന, അവർക്ക് സഹായം നൽകുന്ന സംഘടനകളെയും വ്യക്തികളെയും ഉടൻ പിടികൂടുമെന്ന് BJP സർക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അന്ന് നടന്നത് ഇതാണ്. ഈ പറയുന്ന സംഘങ്ങൾ, ചെറിയ സംഘങ്ങൾ ബംഗ്ലാദേശികളിൽ നിന്ന് പണം വാങ്ങുകയും അവരെ കൃത്യമായ സമയത്ത് സേഫായ സ്ഥലങ്ങളിൽ കൂടെ ഇതുപോലെ ടണലുകൾ വഴിയും അതുപോലെ തന്നെ പുഴകൾ കടത്തിവിട്ടും ഒക്കെ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാറുണ്ട്. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇവരെ അതീവ രഹസ്യമായി കുറച്ചുനാൾ താമസിപ്പിക്കും. അതിനുശേഷം ഇവർക്ക് ആധാർ കാർഡ്, SSLC ബുക്ക്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെയുള്ള തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് നൽകും. ഇങ്ങനെയുള്ള വ്യാജ രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പശ്ചിമ ബംഗാൾ വിട്ട് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. കാരണം പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ വലിയ തൊഴിലവസരങ്ങളൊന്നുമില്ല. ആ തൊഴിലവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും തെക്കൻ ഭാരതത്തിലെ ജില്ലകളിലേക്കുമൊക്കെ ഇങ്ങനെ ഇവർ പോകാറുണ്ട്. അങ്ങനെയാണ് കേരളത്തിലും ബംഗ്ലാദേശികൾ എത്തുന്നത്. നിലവിൽ പശ്ചിമ ബംഗാളിൽ ഭരണമാറ്റം വന്നതോടുകൂടി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ കടുപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ അതിർവരമ്പുകൾ വേലി കെട്ടിത്തിരിക്കാൻ ഇപ്പോൾ ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. BSF ആ പണി അതിവേഗം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അനധികൃതമായി വർഷങ്ങളായി സംസ്ഥാനത്ത് താമസിക്കുന്നവർ കുറച്ചധികം പേർ സ്വമേധയാ ഒഴിഞ്ഞുപോയി. പക്ഷേ ഇപ്പോഴും അവിടെ ഒട്ടനവധി ആളുകൾ താമസിക്കുന്നുണ്ട്. സ്വമേധയാ ഒഴിഞ്ഞുപോയാൽ നടപടി ഉണ്ടാകില്ലെന്നും ഇവരെ പിടികൂടി കഴിഞ്ഞാൽ നേരിട്ട് BSFനെ ഏൽപ്പിക്കണമെന്നുമൊക്കെയുള്ള നിർദ്ദേശം ഇപ്പോൾ ബംഗാൾ സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് നിലവിൽ ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല, രാജ്യത്ത് ഈ പറയുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേനയാണ് ഇവർ എത്തിപ്പെടുന്നത്. പിന്നീട് അവിടുത്തെ ഭാഷ പഠിക്കുക, പിന്നീട് അവിടെ ചെറിയ ജോലികൾ ചെയ്യുക, ഇങ്ങനെ അങ്ങ് കൂടുകയാണ് അനധികൃത ബംഗ്ലാദേശികൾ. ബംഗാളിൽ അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമല്ല, പക്ഷേ കേരളത്തിൽ അനുകൂലമായ സാഹചര്യമാണ് താനും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ബംഗാളികളാണ് അവിടേക്ക് പോയത്, അതായത് വോട്ട് ചെയ്യാനായി സ്വന്തം നാട്ടിലേക്ക് പോയത്. അതിനുശേഷം പോയവരിൽ ഏതാണ്ട് 70-60% തിരികെ വന്നിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലുമെല്ലാം തൊഴിൽ സാധ്യത അധികമാണ്, തൊഴിൽ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം ഈ സ്ഥാനത്തേക്ക്, ബംഗ്ലാദേശികൾ ഈ ഭാഗത്തേക്ക് വരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് കർണാടകയിൽ വലിയ ജനകീയ സമരം പോലും നടന്നിരുന്നതാണ്. അതായത് കർണാടകയിലേക്ക് വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ രേഖകൾ നിർബന്ധമായും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനം തെരുവിലിറങ്ങിയത്. ഈ തെരുവിലിറങ്ങിയത് പ്രയോജനപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാർ ഇപ്പോൾ വിശദമായ പരിശോധന അതിർത്തിയിൽ തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അത്തരം പരിശോധനകൾ ഒന്നും തന്നെ നടക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് നിന്നും 3 അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടുന്നത്. IB ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ വരവിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നാണ് ഇപ്പോൾ IB സംഘം അന്വേഷിക്കുന്നത്. എന്തിനാണ് വന്നത്, ആര് പറഞ്ഞിട്ടാണ് വന്നത്, കേരളം പോലെയുള്ള സംസ്ഥാനത്തെ എങ്ങനെ കണ്ടുകിട്ടി, എങ്ങനെയാണ്, ആരാണ് പുറത്തു നിന്നും ഇവർക്ക് പിന്തുണ നൽകുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇവരോട് ചോദിച്ച് അറിയാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ തൊഴിൽ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് അനധികൃത ബംഗ്ലാദേശികൾ ഇവിടെ എത്തിയാൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന് കേരള പോലീസും പറയുന്നുണ്ട്. മാത്രമല്ല 2025 കേന്ദ്ര നിയമങ്ങളിലെ 2 വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ വരവിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉദ്ദേശമുണ്ടോ, ഭീകരാക്രമണ ഉദ്ദേശമുണ്ടോ, ഇതെല്ലാം കേന്ദ്ര ഭീകരവിരുദ്ധ ഏജൻസി അടക്കം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രതി ഇപ്പോൾ കേന്ദ്ര IBയുടെ കസ്റ്റഡിയിലാണ്.